അത് ഞാൻ അബ്ദുൽ കലാം പാപ്പളശ്ശേരിയാണ്, വയനാട്. ഞാനിപ്പോൾ ഉള്ള ഇതാണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ കൂടെ, ബിനു തട്ടുപാറ. ഇദ്ദേഹങ്ങൾക്ക് ചിലപ്പോൾ അധികം ആൾക്കാർക്ക് ആർക്കും അറിയലുണ്ടാവില്ല. കാരണം ഈ ബിനു തട്ടുപാറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടുകാർക്ക് മാത്രം അറിയുന്ന ഞങ്ങളുടെ നാടിൻ്റെ പാപ്പളശ്ശേരിയുടെ അഭിമാനമാണ് ഈ ബിനു തട്ടുപാറ. ഇദ്ദേഹം ആരാണ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ബിനു തട്ടുപാറ. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല. മാവിലാന്തോട്ടിൽ നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ ശില്പം നിർമ്മിച്ചതാരാ ബിനു? നീ അന്വേഷിച്ചറിയണം അല്ലേ? ആ മഹാനാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മുടെ പഴശ്ശി രാജാവിൻ്റെ അധികായ പ്രദേശം. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 നാൾ പൊക്കല്ലേ അത്? ഇല്ല എന്ന് ഞാൻ അതിന് ചോട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ രണ്ടാൾ എൻ്റെ 2 ആൾ പൊക്കം മതിയാവില്ല. 11 അടിയേറ്റാ അല്ലേ? വേറെ എവിടെ നിർമ്മിച്ചിരിക്കണ്? അല്ല, വേറെ എവിടെ? കണ്ണൂർ ഭാഗത്ത് എന്തോ ഒരു വലിയ ശില്പം നിർമ്മിച്ചല്ലോ നീ? പയ്യാമ്പലം നല്ലൊരു കലാകാരനാട്ടോ. നമ്മളെ വീടുകളുടെ ഒക്കെ ടെറാക്കോട്ടൻ്റെ അല്ലേ? നല്ല വർക്ക്. നമ്മൾ ലക്കിടിയിൽ എന്തോ ഒരു വർക്ക് ചെയ്തിട്ടില്ല അവിടെ? സിമെന്റിൻ്റെ. കാരണം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്ക് ദൈവം നല്ലൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഗോഡൗണാണ് അത്. ഇവിടെയൊക്കെ ഓരോ സ്കൂളുകളിലേക്കൊക്കെ വേണ്ടി നിർമ്മിച്ച ശില്പങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കുറേ കിടക്കുന്നുണ്ട് സാധനങ്ങൾ. ഇവിടെ ഇരുന്നിട്ടാണ് ഈ കലാവിരുതുകളൊക്കെ സൃഷ്ടിക്കുന്നത്. ഇതൊക്കെ ഓരോ സ്കൂളുകളിലേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാട്ടോ. ബത്തേരിയിൽ നിന്ന് പനമരത്തേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാം മൂന്നാനക്കുഴിയിൽ. ഇവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നിർമ്മാണ കേന്ദ്രം. ഇടക്കൽ ആർട്സ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ. കാരണം ഇതാണ് ഗോഡൗണ്. ഇതൊക്കെ ഓരോ ശില്പങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചത് കേട്ടോ, കമ്പി കൊണ്ട് വെൽഡ് ചെയ്തിട്ടൊക്കെ. ഇല്ല, വലിയ പ്രൊജക്റ്റ് ഒന്നും ഇല്ല. എവിടെയില്ല, ചെറിയ പ്രൊജക്റ്റ്, ചെറിയ വർക്കുകൾ. ഇനി കുറച്ച് ശില്പങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിച്ച് എക്സിബിഷൻ വെക്കാനുള്ള പരിപാടിയ. പിന്നെ ഈ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മീഷൻ വർക്കല്ലേ, അതല്ലാണ്ട് നമ്മുടേതായ കുറച്ച് ക്രിയേറ്റീവായിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ട് അത് പിന്നെ ഒരു സ്റ്റുഡിയോ ആർട്ട് ഗാലറിയില്ലേ വെച്ചിട്ട് എക്സിബിഷൻ വെക്കാം. ഏറ്റവും പ്രശസ്തമായത് നമ്മളെ പഴശ്ശിരാജാവിൻ്റെ ശില്പം തന്നെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ അവിടെ വരുന്ന കണ്ട ആളല്ലേ, അവിടെ കാണുന്ന ആൾക്കാർക്ക് അവിടെ ഒരു വലിയ ശില്പം എന്നുള്ള രീതിയിൽ. ഞാനാ കണ്ടിരുന്നു. ഞാൻ ആ ശില്പത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ബിനു തട്ടുപാറ എന്നിങ്ങനെ എഴുതി വെച്ച് കാണുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. നമ്മുടെ നാട്ടുകാരെ നിർമ്മിച്ച അല്ല, എല്ലാവരും കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. വർക്ക് ചെയ്യുമ്പം ജോലി മാത്രമല്ലല്ലോ, സംതൃപ്തി. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ വിളിക്കട്ടെ. അതിൻ്റെ നമ്പർ ഞാൻ ആ വീഡിയോയിൽ തന്നെ ഇതിലുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ എവിടെയായാലും പോയി ചെയ്തു കൊടുക്കുമല്ലോ അല്ലേ? തീർച്ചയായും തീർച്ചയായിട്ടും നല്ലൊരു കലാകാരനാണ്. ആ നമ്പറിൽ